അല്ലാഹു തആല പറയാണ്, മസലുല്ലദീന ഇബ്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്ന ആളുകള്, ഇതാ അവർ ഔലിയാക്കന്മാരാണ്, അവർ മഹാത്മാക്കളാണ്, ഔലിയാക്കന്മാരെ വിളിക്കണം എന്നാ അല്ലാഹ് പറയണത് എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ അല്ലാഹ് പറഞ്ഞു കേട്ടോളൂ, അല്ലാഹുവിന് പുറമെ ആരെങ്കിലും ഔലിയാക്കളെ സ്വീകരിച്ചാൽ അവന്റെ ഉദാഹരണം എങ്ങനെയാണ്? കമസലിൽ അങ്കബൂത്ത്, എട്ടുകാലിയെ പോലെയാണ്. ഇബ്തഖദത് ബൈത, എട്ടുകാലി വീടുണ്ടാക്കുന്നു. വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അങ്കബൂത്ത്, ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ്. എട്ടുകാലി വീട് ചിലന്തി വീടുണ്ടാക്കി, അതിങ്ങനെ ചുറ്റി 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 2-3 മണിക്കൂർ കൊണ്ട് വലിയൊരു വീട് പൂർത്തിയായി. ഒരു പക്ഷി അധികം പറന്നുപോയാൽ, അല്ലെങ്കിൽ നമ്മളധികം നടന്നു പോയാൽ, ഒരു പ്രാണി അധികം പോയാൽ, ഒരു വലിയ പ്രാണി പോയാൽ അത് തകർന്നു പോയി എന്നതുപോലെ അല്ലാഹു അല്ലാത്ത മറ്റു ഔലിയാക്കന്മാരോട് നിങ്ങൾ ദുആ ചെയ്താൽ, അവരെ നിങ്ങൾ സ്വീകരിച്ചാൽ, അങ്ങനെയാണല്ലോ സഹോദരങ്ങളെ വലിയ വലിയ പണം മുടക്കി വലിയ സ്റ്റേജ് ഉണ്ടാക്കുന്നത്. അവിടെ നല്ല നിറത്തിലുള്ള ബൾബുകള്, ഒരുപാട് പണം മുടക്കി കൊണ്ടുവന്ന വലിയ വലിയ സാദാത്യങ്ങള് അല്ലേ, എന്നൊക്കെ എല്ലാവരും ഇരുന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? യാക്റമൽ ഖൽഖി മാ ലീമൻ അലൂദു ബിഹി സിവാക ഇംദഹുലു ലിൽ ഹാദിസിൽ അമീമി. എനിക്ക് വ്യാപകമായ വിപത്ത് വരുമ്പോ, എനിക്ക് വലിയ പ്രയാസം വരുമ്പോ അല്ലാഹുവിന്റെ റസൂലേ അങ്ങയോടല്ലാതെ പറയാനില്ല. യാക്റമൽ ഖൽഖി മാ ലീമൻ അലൂദു ബിഹി, എനിക്ക് അഭയം തേടാൻ, എനിക്ക് രക്ഷ തേടാൻ റസൂലേ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. എപ്പോ? എനിക്ക് വ്യാപകമായ വലിയ വിപത്ത് കടന്നു വരുമ്പോ. ഇത് നബി പഠിപ്പിച്ചതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഔലിയാക്കന്മാരെ സ്വീകരിച്ചാലും 8 കാലി വലണ്ടാക്കിയതുപോലെ ഒരു കാര്യമില്ല. അപ്പോ ഇനി ഖുതുബിയത്തിന് നിങ്ങൾ എത്ര ആടിനെ കൊടുത്താലും കാര്യമില്ല എന്നല്ല പറയണത്. അതിനുവേണ്ടി എത്ര പണം ചെലവഴിച്ചാലും കാര്യമില്ല എന്നല്ല പറയണത്. കാരണം അല്ലാഹുക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്നവർ 8 കാലി വലയുണ്ടാക്കിയതുപോലെയാണ്.